ഏഥൻസിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ഗൈൽസിന് ചെറുപ്പം തൊട്ടേ അത്ഭുത പ്രവർത്തന വരം ലഭിച്ചിരുന്നു. പാമ്പുകടിയേറ്റയാളെയും പിശാച് ബാധിതനെ സുഖപ്പെടുത്തി. കൂടാതെ അദ്ദേഹത്തിന്റെ മേലങ്കി പുതച്ച ഒരു യാചകൻ സുഖപ്പെടുകയുണ്ടായി. ഒരു സന്യാസ ജീവിതം ആഗ്രഹിച്ച ഗൈൽസ് തന്റെ സ്വത്തെല്ലാം ദാനം ചെയ്ത് അദ്ദേഹത്തിന്റെ വളർന്നു വരുന്ന പ്രശസ്തിയുടെ അനന്തരഫലങ്ങൾ ഭയന്ന് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. അവിടെ ഒരു വനത്തിലെ ഗുഹയിൽ സന്യാസ ജീവിതം തുടങ്ങി. വന്യപ്പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു ചുവന്ന മാൻപേട ദിവസവും പാൽ കൊടുത്തിരുന്നു. ഒരു ദിവസം രാജാവിൻ്റെ വേട്ടക്കാരൻ മാനിനെ പിന്തുടർന്ന് അമ്പെയ്തു. ഭയന്നോടിയ മാൻ ഗുഹയിൽ ഗൈൽസിന്റെ പക്കലെത്തി. വേട്ടക്കാരൻ എയ്ത അമ്പ് അദ്ദേഹത്തിന്റെ തുടയിൽ തറച്ചു. ഇതറിഞ്ഞ രാജാവ് ദുഃഖിതനായി അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളും പരിചരണവും നൽകാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. പിന്നീടുള്ള കാലം ഒരു മുടന്തനായി കഴിഞ്ഞു. എന്നാൽ രാജാവ് ഗൈൽസിന് ഒരാശ്രമം പണി കഴിപ്പിച്ച് നൽകുകയും അവിടെ ഒരു മഠാധിപനായി തൻ്റെ അനുയായികളുമൊത്ത് താപസ ജീവിതം തുടർന്നു. 14 വിശുദ്ധരിൽ ഒരാളും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും വളരെ പ്രസിദ്ധനുമായ വിശുദ്ധ ഗൈൽസിന്റെ ചിത്രം പിടിച്ചുറങ്ങുന്ന വന്ധ്യതയുള്ള സ്ത്രീകൾ ഗർഭിണികളാകുമെന്ന വിശ്വാസം ഫ്രാൻസിലെ നോർമണ്ടിയിലുണ്ട്. യാചകർ, മുടന്തർ, രോഗികൾ, കുറ്റവാളികൾ എന്നിവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗൈൽസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.